ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിങ്ങിന് കടന്നു വരുന്ന കുട്ടികൾ ഇപ്പോൾ കോമൺലി കുറേ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പം എങ്ങനെയുള്ള ആളുകൾ എഡ്യൂഫ്ലെയറിലേക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിങ് ചെയ്യാനായിട്ട് കടന്നു വരണമെന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ ഒന്നാമത് ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് അവെയർ ആയിരിക്കണം. അവർ സീരിയസ് ആയിരിക്കണം. മൂന്നാമതായിട്ട് അവരുടെ ലൈഫിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് അവർ വളരെയധികം താല്പര്യമുള്ള ആളുകളായിരിക്കണം. ഞാനിതൊക്കെ പറയാൻ കാരണമെന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്തെ കുട്ടികളിൽ പൊതുവെ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് എംപ്ലോയർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്താൽ കറക്റ്റ് ടൈമിൽ ഹാജരാവാതിരിക്കുക, ഒരു സൂം മീറ്റിങ്ങിലാണെങ്കിൽ എംപ്ലോയർ വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ വരിക, ഫോർമലായിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇട്ട് വരാതിരിക്കുക, അതുപോലെ തന്നെ ക്യാമറ ഓണാക്കി വെക്കാതിരിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായ ഉത്തരങ്ങൾ പറയാതിരിക്കുക, മുഖത്ത് നോക്കി സംസാരിക്കാതിരിക്കുക. ഇങ്ങനെ ഒട്ടനവധി വിധത്തിൽ വിദ്യാർത്ഥികൾ ലേസിയായിട്ട് ഈ കാര്യത്തെ കാണാറുണ്ട്. ഞാൻ എഡ്യൂഫ്ലെയറിലേക്ക് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിരിക്കണമെന്നാണ് എനിക്ക് വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും പറയാനുള്ളത്. ഞങ്ങൾക്ക് ജർമ്മനിയിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. എഡ്യൂഫ്ലെയറിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ അവരുടെ പഠനത്തിലാണെങ്കിലും അവരുടെ പ്രവൃത്തിയിലാണെങ്കിലും എല്ലാം ക്വാളിറ്റി പുലർത്തുന്ന ആളുകളായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ഇൻടേക്കിൽ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന എംപ്ലോയർ വീണ്ടും അടുത്ത ഇൻടേക്കിൽ എഡ്യൂഫ്ലെയറിൽ നിന്ന് വിദ്യാർത്ഥികളെ കൂടുതൽ നമ്പർ തിരഞ്ഞെടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ക്വാളിറ്റിയുള്ള ആളുകളെ ജർമ്മനിയിലേക്ക് അയക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരുന്ന ആളുകൾ ജർമ്മൻ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളായിരിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവുള്ള ആളുകളാണെങ്കിൽ എഡ്യൂഫ്ലെയറിലെ കോച്ചിങ് വഴി ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് കേപ്പബിളായിട്ടുള്ള ആളുകളായിരിക്കണം എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരേണ്ടത്. അവർക്ക് ധാരാളമായുള്ള ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എഡ്യൂഫ്ലെയറിൽ നിന്ന് നൽകും. അതിലെല്ലാം കൃത്യമായി അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ എംപ്ലോയറോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി പഠിച്ച് അതിനനുസരിച്ച് ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരേണ്ടത്. അത്തരം ആളുകൾ വന്നാൽ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടുകളും നൽകി അവരെ ജർമ്മനിയിൽ എത്തിക്കാൻ എഡ്യൂഫ്ലെയറിന് സാധിക്കും.